Welcome back to School at Home. On the previous class, we had discussed about heredity, variations, dominant trait and recessive traits, and also about the important experiments which is held by Gregor Johann Mendel. And now we are move on to the statistics and conclusion of Mendel's experiment. ഗ്രിഗർ ജോഹാൻ മെൻഡൽ തന്റെ പരീക്ഷണങ്ങളിലൂടെ എത്തിച്ചേർന്നിട്ടുള്ള നിഗമനങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Statistics in Mendels Experiment. Among the 1064 plants obtained in the second generation, 787 plants were tall and 277 plants were dwarf. The ratio of the result obtained is approximately 3:1. സോ ഗ്രിഗർ ജോഹാൻ മെൻഡൽ അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളിലൂടെ സെക്കൻഡ് ജനറേഷൻ പ്ലാന്റ്സ് കണ്ടെത്തി അല്ലേ. അത് ടോട്ടൽ എത്ര ഉണ്ടായിരുന്നു പറയുന്നത്? 1064 പ്ലാന്റ്സ് ആണ് സെക്കൻഡ് ജനറേഷനിൽ അദ്ദേഹത്തിന് കിട്ടിയത്. അതായത് ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ്സിനെ സെൽഫ് പോളിനേഷൻ ചെയ്തത് വഴി അദ്ദേഹത്തിന് കിട്ടിയ സെക്കൻഡ് ജനറേഷനിലെ പ്ലാന്റ്സ് എന്ന് പറയുന്നത് 1064 ആണ്. ഇതിൽ 787 പ്ലാന്റ്സ് were tall. 787 പ്ലാന്റ്സും എന്തായിരുന്നു? ടോൾ ആയിരുന്നു, ഉയരം കൂടിയതായിരുന്നു. ആൻഡ് 277 പ്ലാന്റ്സ് were dwarf. 277 പ്ലാന്റ്സും എന്തായിരുന്നു? ഡ്വാർഫ്, ഉയരം കുറഞ്ഞതുമായിരുന്നു. ദ റേഷ്യോ ഓഫ് ദ റിസൾട്ട് ഒബ്റ്റെയിൻഡ് ഇസ് അപ്രോക്സിമേറ്റ്ലി 3:1. അതായത് ടോളസ്റ്റ് പ്ലാന്റ് നമ്മൾ 787 ആണെന്ന് പറഞ്ഞു അല്ലേ. ഡ്വാർഫ് പ്ലാന്റോ 277 സോ അതിന്റെ ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആണ്. എക്സാക്ട് അല്ല കേട്ടോ. ഇപ്പോൾ കണക്കിൽ കുറച്ച് ബുദ്ധിയായിട്ടുള്ള ആൾക്കാരെല്ലാം 787:277 എന്നൊക്കെ എഴുതിയിട്ട് വെട്ടിച്ചെറുതാക്കുകയാണെങ്കിൽ അത് നമുക്ക് എക്സാക്ട് 3:1 എന്ന് കിട്ടില്ല. സെക്കൻഡ് ജനറേഷൻ പ്ലാന്റ്സിന്റെ ഒരു അപ്രോക്സിമേറ്റ് റേഷ്യോ മാത്രമാണ് 3:1. അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ. He continued his experiments based on contrasting traits of the other 6 different characters in pea plants. സോ ഫസ്റ്റ് ക്യാരക്ടറും അതിന്റെ 2 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സും എടുത്തിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? എക്സ്പെരിമെന്റ് നടത്തിയത്. ആദ്യത്തെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഉയരത്തെ ബേസ് ചെയ്തായിരുന്നു, ഹൈറ്റ് അല്ലെ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റ് ആയിരുന്നു. സോ അദ്ദേഹം എടുത്തത് 7 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. 7 ജോഡി വിപരീത ഗുണങ്ങളാണ് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ്സിനായിട്ട് തോട്ടപ്പയർ ചെടിയിൽ, ദാറ്റ് മീൻസ് പീ പ്ലാന്റിൽ എടുത്തിട്ടുള്ളത്. എന്നാൽ ഫസ്റ്റ് നടത്തിയിട്ടുള്ളത് ഹൈറ്റിന് മാത്രം ബേസ് ചെയ്തായിരുന്നു. ഇനിയും അദ്ദേഹത്തിന് 6 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് കൂടി ഉണ്ട് അല്ലെ. അങ്ങനെ ആ 6 ഗുണങ്ങളിലൂടെയും അദ്ദേഹം എന്ത് ചെയ്തു? പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹം ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്പെരിമെന്റിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. നമുക്കത് നോക്കാം. പാരന്റൽ പ്ലാന്റ്സ് നോക്കൂ. പൊസിഷൻ ഓഫ് ഫ്ലവർ ആണ് ക്യാരക്ടർ ആയിട്ട് എടുത്തത് കേട്ടോ. പൊസിഷൻ ഓഫ് ഫ്ലവേഴ്സ്. സോ ഈ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് 2 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ആണെന്ന് പറഞ്ഞു അല്ലെ. അതിനല്ലേ അലീൽസ് എന്ന് പറയുന്നത്. സോ അത് ഏതൊക്കെയാണ്? ആക്സിയൽ ആൻഡ് ടെർമിനൽ. സോ പൊസിഷൻ ഓഫ് ഫ്ലവർ എന്ന് പറയുന്നത് ഒരു സ്വഭാവം, ദാറ്റ് മീൻസ് ക്യാരക്ടർ ആണ്. ഈ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് എപ്പോഴും 2 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ആയിരിക്കും. അതാണ് ഒന്ന് ആക്സിയലും മറ്റൊന്ന് ടെർമിനലും. അതായത് പൂവിന്റെ സ്ഥാനം എന്ന ആ ഒരു സ്വഭാവം എടുത്തു. പൂവിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ആക്സിയൽ റീജിയണിൽ വിരിയുന്ന പൂവ്, ദാറ്റ് മീൻസ് വശങ്ങളിൽ വിരിയുന്ന പൂവ് എടുത്തു. ദാൻ ടെർമിനൽ റീജിയണിൽ, അതായത് ആ ഒരു ചെടിയുടെ അഗ്രഭാഗത്ത് വിരിയുന്ന പൂവ്. അങ്ങനെ 2 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ആണ് അദ്ദേഹം എടുത്തത്. കണ്ടോ? സോ ഇനി ഫസ്റ്റ് ജനറേഷനിൽ ഇതിൽ ഏതായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? നമുക്കറിയാം ഫസ്റ്റ് ജനറേഷനിൽ ഇതിൽ ഒരു ക്യാരക്ടർ മാത്രമാണ് കിട്ടുള്ളൂ എന്ന് അല്ലെ. അത് ഏതായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? നിങ്ങൾ തല പോയിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഇതേ ഈ ഒരു സെക്കൻഡ് ജനറേഷനിലേക്ക് നോക്കിയാൽ മതി. ഈ ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റിനെ സെൽഫ് പോളിനേറ്റ് ചെയ്തിട്ടല്ലേ നമുക്ക് സെക്കൻഡ് ജനറേഷൻ കിട്ടുന്നത്. സോ അവിടെ ഏറ്റവും കൂടുതൽ ആരാണ്? ആക്സിയൽ റീജിയണിൽ വിരിഞ്ഞിട്ടുള്ള ഫ്ലവർ ആണ്. ദാറ്റ് മീൻസ് 651 പ്ലാന്റ്സും എന്താണ്? ആക്സിയൽ റീജിയണിൽ ഫ്ലവർ വിരിഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ്. ദെൻ 207 പ്ലാന്റ്സും എങ്ങനെയുള്ളതാണ്? ടെർമിനൽ റീജിയണിൽ അഗ്രഭാഗത്ത് പൂ വിരിഞ്ഞിട്ടുള്ള പ്ലാന്റ്സ് ആണ്. സോ ഏറ്റവും കൂടുതൽ ഏതാണ് നോക്കുക? 651 ആണ്. സോ ആക്സിയൽ റീജിയണിൽ വിരിഞ്ഞിട്ടുള്ള പൂവുള്ളതായിരിക്കും നമുക്ക് എവിടെ കിട്ടിയിട്ടുണ്ടാവുക? ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയിട്ടുണ്ടാവുക അല്ലേ മക്കളെ. കാരണം സെക്കൻഡ് ജനറേഷനിൽ ആരാണോ ഏറ്റവും കുറവ് ആ ഒരു ഫീച്ചർ ആയിരിക്കും ഫസ്റ്റ് ജനറേഷനിൽ റെസസീവ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവുക അല്ലേ. സോ ഫസ്റ്റ് ജനറേഷനിൽ കിട്ടുന്ന ആ ഒരു പ്ലാന്റ് ഏറ്റവും കൂടുതൽ എവിടെ കിട്ടും? സെക്കൻഡ് ജനറേഷനിൽ കിട്ടും. ദെൻ ഇവിടെയുള്ള ആ റെസസീവ് ട്രേറ്റ് ഫസ്റ്റ് ജനറേഷനിൽ ഒളിഞ്ഞിരുന്നിട്ടുള്ള ആ ഒരു ഫീച്ചർ ഏറ്റവും കുറവായിരിക്കും എവിടെ കിട്ടുക? സെക്കൻഡ് ജനറേഷനിലായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? സോ ടെർമിനൽ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ 207 ആയിരിക്കും. ഈ ഒരു ഫീച്ചർ നമുക്ക് ഫസ്റ്റ് ജനറേഷനിൽ കാണാനായിട്ട് സാധിക്കില്ല. ഓക്കെ. ദെൻ അപ്രോക്സിമേറ്റ് റേഷ്യോ ഓഫ് ദ സെക്കൻഡ് ജനറേഷൻ എന്താണ്? 3:1 ആണ്. അത് എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. സെക്കൻഡ് ജനറേഷൻ പ്ലാന്റിന്റെ അപ്രോക്സിമേറ്റ് റേഷ്യോ, ഏകദേശ അനുപാതം എന്ന് പറയുന്നത് 3:1 ആണ്. ദെൻ ഷേപ്പ് ഓഫ് സീഡ്സ് എന്താണ്? വിത്തിന്റെ ആകൃതി, അതാണ് മറ്റൊരു ക്യാരക്ടർ.
അതിന്റെ തന്നെ 2 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ആണ് റൗണ്ട് ആൻഡ് റിങ്കിൾഡ്. കണ്ടോ, റൗണ്ട് എന്ന് പറഞ്ഞാൽ ഉരുണ്ട ആകൃതിയിലുള്ള വിത്ത്, ദെൻ റിങ്കിൾഡ് എന്ന് പറഞ്ഞാലോ ചുളുങ്ങിയ ആകൃതിയിലുള്ള വിത്ത്. അങ്ങനെ ഷേപ്പ് ഓഫ് സീഡ് എന്ന് പറഞ്ഞ ആ ഒരു ഗുണത്തിന്റെ 2 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് തമ്മിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഹൈബ്രിഡൈസ് ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് ജനറേഷൻ എങ്ങനെയുള്ളതായിരിക്കും? തല പുകയ്ക്കേണ്ട, നമ്മൾ സെക്കൻഡ് ജനറേഷനിലേക്ക് നോക്കിയാൽ മതി. അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്ലാന്റ് ഏതാണോ അതായിരിക്കും ഫസ്റ്റ് ജനറേഷനിൽ ഉണ്ടായിട്ടുണ്ടാവുക. സോ റൗണ്ട് ഷേപ്ഡ് സീഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമുക്ക് എവിടെ കാണാൻ പറ്റുക, ഫസ്റ്റ് ജനറേഷനിൽ കാണാൻ പറ്റുക. കണ്ടോ, ഇവിടെ 299 പ്ലാന്റ്സും എങ്ങനെയുള്ളതാണ്, റിങ്കിൾഡ് ഷേപ്പുള്ള സീഡ്സ് ഉള്ള പ്ലാന്റ്സ് ആണ് അല്ലെ. സോ ഈ ഒരു ഫീച്ചർ എവിടെ കാണാൻ സാധിക്കില്ല, ഫസ്റ്റ് ജനറേഷനിൽ കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അദ്ദേഹം സെക്കൻഡ് ജനറേഷനിലേക്ക് പോയത്. അതായത് ഇങ്ങനെ റൗണ്ട് ആകൃതിയിലുള്ള ഈ ഒരു പ്ലാന്റിനെ അദ്ദേഹം എന്ത് ചെയ്തു, സെൽഫ് പോളിനേറ്റ് ചെയ്തു. ദെൻ നമുക്ക് സെക്കൻഡ് ജനറേഷനിലെ ആ ഒരു ക്യാരക്ടർ കണ്ടെത്താനായിട്ട് സാധിച്ചു. ഓക്കെ, ഇതിന്റെയും അപ്രോക്സിമേറ്റ് റേഷ്യോ തന്നെയാണ് 3:1 ആണ്. Why does the recessive trait in the first generation appear in the second generation? എന്തുകൊണ്ടാണ് ഫസ്റ്റ് ജനറേഷനിൽ കാണാൻ കഴിയാത്ത റെസസീവ് ട്രേറ്റ് സെക്കൻഡ് ജനറേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ക്യാരക്ടർ എടുത്തു, ഹൈറ്റ് എന്ന് പറയുന്നത്. ആ ഹൈറ്റിന്റെ 2 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ആണ് ഉയരം കൂടിയത്, ടോളസ്റ്റും ഡ്വാഫും. എന്നാൽ ഫസ്റ്റ് ജനറേഷനിൽ നമുക്ക് എന്തിനെ മാത്രമേ കാണുള്ളൂ, ടോൾ എന്ന ആ ഒരു ഫീച്ചർ മാത്രമല്ലേ കാണുള്ളൂ. അവിടെ ഡ്വാഫ് കാണുന്നില്ല, ഫസ്റ്റ് ജനറേഷനിൽ ഡ്വാഫിനെ കാണുന്നില്ല. സോ ആ ഡ്വാഫ് എന്ന ഫീച്ചർ എന്താണ്, അവിടെ റെസസീവ് ട്രേറ്റ് ആണ്, ഒളിഞ്ഞിരിക്കുന്നതാണ്. പക്ഷേ സെക്കൻഡ് ജനറേഷനിൽ നമുക്ക് എന്ത് കാണാനായിട്ട് സാധിച്ചു, ആ ഫസ്റ്റ് ജനറേഷനിൽ ഒളിഞ്ഞിരുന്നിട്ടുള്ള ആ റെസസീവ് ട്രേറ്റിനെ നമുക്ക് സെക്കൻഡ് ജനറേഷനിൽ കാണാൻ സാധിച്ചു. സോ ക്വസ്റ്റ്യൻ എന്താണ്, ഫസ്റ്റ് ജനറേഷനിൽ കാണാൻ സാധിക്കാത്ത ഈ റെസസീവ് ട്രേറ്റ് എങ്ങനെയാണ് സെക്കൻഡ് ജനറേഷനിൽ കണ്ടെത്താൻ സാധിച്ചത്? അതിന്റെ ആൻസർ താഴെ തന്നെയുണ്ട്. Mendel came up with the assumption that during gamete formation the factors that determine a particular character segregate without getting mixed. That is, half of the gametes formed from first generation plant capital T small t contain capital T and the other half contain small t. അതായത് അദ്ദേഹത്തിന്റെ അസംഷൻ, അദ്ദേഹം അനുമാനിച്ചിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെങ്കിൽ ഗാമീറ്റ് ഫോർമേഷന്റെ സമയത്ത് 2 ക്യാരക്ടേഴ്സ് തമ്മിൽ ഒരിക്കലും സെഗ്രിഗേറ്റ് ചെയ്യുന്നില്ല, കൂടിച്ചേരുന്നില്ല. അവരെന്ത് ചെയ്യുന്നു, മിക്സ്ഡ് ആവാതെ, അതായത് കൂടിക്കലരാതെ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്ത്, ഈ ഗാമീറ്റ്സ്. സോ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്ന ആ 2 ആ ഒരു കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് തമ്മിൽ എന്ത് ചെയ്യുന്നില്ല, കൂടിച്ചേരുന്നില്ല. ദേ കനോട്ട് ബി മിക്സ്ഡ് അറ്റ് ഓൾ. ഓക്കെ, അവ എന്ത് ചെയ്യുന്നില്ല, കൂടിക്കലരാതെ സ്വതന്ത്രമായി തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ് എന്ന് പറയുന്നത് എന്താണ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന അലീന്റെ സവിശേഷത എന്താണ്, ടോളസ്റ്റ് ആണ് അല്ലെ. സ്മോൾ ടി എന്ന് പറയുന്ന അലീന്റെ സവിശേഷത എന്താണ്, അത് ഡ്വാഫും ആണ്. സോ ഈ 2 ക്യാരക്ടറും തമ്മിൽ മിക്സ്ഡ് ആവുന്നില്ല, കൂടിക്കലരുന്നില്ല, അത് സെഗ്രിഗേറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഫസ്റ്റ് ജനറേഷനിലെ റെസസീവ് ട്രേറ്റ് സെക്കൻഡ് ജനറേഷനിൽ എത്തുന്നത്. The inferences formulated by Mendels from such experiments are given below. സോ ഇത്തരം പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം എത്തിച്ചേർന്നിട്ടുള്ള നിഗമനങ്ങൾ, കൺക്ലൂഷൻസ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എ ക്യാരക്ടർ ഈസ് കൺട്രോൾഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് 2 ക്യാരക്ടേഴ്സ്. ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കാനായിട്ട് 2 ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും, 2 ഘടകങ്ങൾ ഉണ്ടായിരിക്കും. അതല്ലേ നമ്മൾ പറഞ്ഞത്, ഉയരം എന്ന ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉയരം കൂടുതൽ, ഉയരം കുറവ് എന്നീ 2 ക്യാരക്ടറുകളും ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് കൺക്ലൂഷൻ എന്താണ്, one trait is expressed and the other trait remains hidden in the offsprings of the first generation. ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റിലെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് എക്സ്പ്രസ് ചെയ്തിരിക്കും, ദാറ്റ് ഈസ് ഡോമിനന്റ് ട്രേറ്റ് ആണ്. മറ്റൊരു ക്യാരക്ടർ എപ്പോഴും ഹിഡൻ ആയിരിക്കും, അതാണ് റെസസീവ് ട്രേറ്റ്. മനസ്സിലായോ? അത് ഫസ്റ്റ് ജനറേഷന്റെ കാര്യം മാത്രമാണ് കേട്ടോ. ഫസ്റ്റ് ജനറേഷനിൽ ഒറ്റ പ്ലാന്റ് മാത്രമേ എക്സ്പ്രസ്ഡ് ആവുന്നുള്ളൂ, മറ്റൊരു പ്ലാന്റ് അവിടെ തന്നെ ഹിഡൻ ആയിരിക്കുന്നു, ദാറ്റ് മീൻസ് റെസസീവ് ട്രേറ്റ് ആണത്. ദെൻ തേർഡ് പോയിന്റ് എന്താണ്, the traits that remains hidden in the first generation appear in the second generation. ഫസ്റ്റ് ജനറേഷനിൽ ഒളിഞ്ഞിരുന്നിട്ടുള്ള ആ ഒരു ട്രേറ്റ് സെക്കൻഡ് ജനറേഷനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. The ratio of the dominant and the recessive traits in the second generation is 3:1. It is always as 3:1. എപ്പോഴും സെക്കൻഡ് ജനറേഷൻ പ്ലാന്റ്സിന്റെ ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് അദ്ദേഹത്തിന്റെ കൺക്ലൂഷൻസ് എന്ന് പറയുന്നത്. In his first experiment, Mendel observed the inheritance of a single pair of contrasting traits. He observed the inheritance of 2 pairs of contrasting traits of the same plant in the next stage. അതായത് പറഞ്ഞു വരുന്നത്, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് എക്സ്പെരിമെന്റിൽ അദ്ദേഹം ഒരു സിംഗിൾ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്താണ് മിസ്റ്റർ ഈ സിംഗിൾ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ്? അതല്ലേ ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? അതായത് മക്കളെ, ആദ്യത്തെ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിൽ അദ്ദേഹം ഒരു ക്യാരക്ടർ എടുത്തു, ഹൈറ്റ് എന്ന് പറയുന്ന ആ ക്യാരക്ടർ. അതിന് തന്നെ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ഏതൊക്കെയായിരുന്നു?
ഹൈറ്റ് ഉള്ളതും ഹൈറ്റ് ഇല്ലാത്തതും അല്ലേ? അതാണ് ഈ സിംഗിൾ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് എന്ന് പറയുന്നത്. ഒരു സിംഗിൾ ആയിട്ടുള്ള ക്യാരക്ടറും അതിന് 2 പെയർ ഓഫ് ഫാക്ടേഴ്സും. ഓക്കെ, അതാണ് അദ്ദേഹം ഫസ്റ്റ് എക്സ്പെരിമെന്റിൽ എടുത്തത് അല്ലേ? ഇനി അദ്ദേഹം നോക്കാൻ പോകുന്നത് 2 പെയർസ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ആണ്. 2 സ്വഭാവങ്ങളും അതിനെ കൺട്രോൾ ചെയ്യുന്ന 4 ഫാക്ടേഴ്സുമാണ് അദ്ദേഹം ഇനി എന്തിനെടുക്കുന്നത്? മറ്റൊരു എക്സ്പെരിമെന്റിനായിട്ട് എടുത്തത്. ഫോർ എക്സാമ്പിൾ, 2 ക്യാരക്ടർ എന്ന് പറയുന്നത് ഒന്ന് ഹൈറ്റ്, മറ്റൊന്ന് ഷേപ്പ് ഓഫ് സീഡ്, ഉയരവും വിത്തിന്റെ ആകൃതി. അതാണ് 2 ക്യാരക്ടേഴ്സ്. ഇതിന്റെ രണ്ടിന്റെയും കോൺട്രാസ്റ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാവില്ലേ? ഉയരം, ദാറ്റ് മീൻസ് ഹൈറ്റ് എന്ന് പറയുന്നതിന്റെ 2 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് എന്ന് പറയുന്നത് ടോൾ ആൻഡ് ഡോഫ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഷേപ്പ് ഓഫ് സീഡ് എന്ന ആ ഒരു ക്യാരക്ടറിന്റെ 2 അലീൽസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ദാറ്റ് മീൻസ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? റൗണ്ടും റിങ്കിൾഡും ആണ്. മനസ്സിലാവുന്നുണ്ടോ? സോ ഇങ്ങനെയുള്ള ഈ 2 പെയർസ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ആണ് അദ്ദേഹം നെക്സ്റ്റ് ലെവൽ ഓഫ് എക്സ്പെരിമെന്റിനായിട്ട് എടുത്തിട്ടുള്ളത്. സോ അതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. നോക്കാം. Hybridization experiment conducted by Mendel on 2 characters, namely height of the plant and shape of the seed. കണ്ടോ? സോ നെക്സ്റ്റ് ലെവൽ എക്സ്പെരിമെന്റിന് അദ്ദേഹം എടുത്തിട്ടുള്ള പ്ലാന്റ്സ് എങ്ങനെയുള്ളതാണ്? ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ എടുത്തു. ദെൻ ഷേപ്പ് ഓഫ് ദ സീഡ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ക്യാരക്ടറും എടുത്തു. സോ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് 2 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് എന്ന് പറയുന്നത് ടോൾ ആൻഡ് ഡോഫ് ആണ്. ഷേപ്പ് ഓഫ് ദ സീഡ് എന്ന് പറയുന്ന ആ ഒരു പ്ലാന്റിന് 2 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് എന്ന് പറയുന്നത് റൗണ്ട് ആൻഡ് റിങ്കിൾഡ് ആണ്. ക്ലിയർ അല്ലേ? ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ വ്യക്തമായി തന്നെ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക കേട്ടോ. പാരന്റൽ പ്ലാന്റ്സ്. ഒരു ചെടി ഉണ്ടാവണമെങ്കിൽ പാരന്റ്സ് വേണം അല്ലേ? സോ പാരന്റൽ പ്ലാന്റ്സ് എങ്ങനെയുള്ളതാണ്? ടോൾ പ്ലാന്റ്, റൗണ്ട് സീഡ്. നോക്കൂ, ചെടി എന്ന് പറയുന്നത് ഉയരമുള്ളതുമാണ്, സീഡ് വിത്തിന്റെ ആകൃതി എന്ന് പറയുന്നത് റൗണ്ട് ആണ്. കണ്ടോ? സോ ഹൈറ്റ് എന്ന ആ ഒരു ക്യാരക്ടറിന്റെ ഫസ്റ്റ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ആയിട്ടുള്ള ടോൾ ആണ് ഈ ഒരു പ്ലാന്റിലുള്ളത്. ദെൻ ഷേപ്പ് ഓഫ് സീഡ് എന്ന ആ ഒരു ക്യാരക്ടറിന്റെ ഫസ്റ്റ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ആയിട്ടുള്ള റൗണ്ട് എന്ന ക്യാരക്ടറാണ് ഇവിടെ വന്നത്. കണ്ടോ? അപ്പൊ ഈ പ്ലാന്റ് എന്ന് പറയുന്നത് ടോൾ പ്ലാന്റും ആണ്, റൗണ്ട് സീഡും ആണ്. അതിനെ റെപ്രസെന്റ് ചെയ്തത് എങ്ങനെയാണ്? ക്യാപിറ്റൽ ടി ടോൾ എന്നതിനെ ഉദ്ദേശിച്ചിട്ട് കേട്ടോ. ക്യാപിറ്റൽ ആർ റൗണ്ട് എന്ന ആകൃതി ഉദ്ദേശിച്ചിട്ട്. കണ്ടോ? സോ ക്യാപിറ്റൽ ആർ ഇതാണ് ഒരു പാരന്റൽ പ്ലാന്റ്. ഇനി മറ്റൊരു പാരന്റൽ പ്ലാന്റ് എങ്ങനെയാണ്? ഡ്വാർഫ് പ്ലാന്റ്, റിങ്കിൾഡ് സീഡ്. ഫസ്റ്റ് ക്യാരക്ടർ ഹൈറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഡ്വാർഫ് എന്ന് പറയുന്നത്. കണ്ടോ? കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ആണ് അല്ലേ? അതായത് ഹൈറ്റ് എന്ന ആ ഒരു ക്യാരക്ടറിന്റെ സെക്കൻഡ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ആണ് ഡ്വാർഫ്, അതായത് ഉയരം കുറഞ്ഞുള്ള ചെടി. ദെൻ റിങ്കിൾഡ് സീഡ്, ഷേപ്പ് ഓഫ് സീഡ് എന്ന ക്യാരക്ടറിന്റെ മറ്റൊരു കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ആണ് റിങ്കിൾഡ്. സോ ചുളിഞ്ഞ വിത്തും ഉയരം കുറഞ്ഞിട്ടുള്ള ചെടിയുമാണ് മറ്റൊരു പാരന്റൽ പ്ലാന്റ്. ഇത് തമ്മിൽ എന്ത് ചെയ്യുന്നു? ഹൈബ്രിഡൈസ് ചെയ്യുന്നു. നെക്സ്റ്റ്, ഈ ഓരോ പ്ലാന്റിന് ഗാമീറ്റ്സ് കിട്ടണം. അവ തമ്മിലല്ലേ ഫ്യൂസ് ചെയ്യുള്ളൂ. സോ ഗാമീറ്റ്സ് ഏതൊക്കെ വരിക? ക്യാപിറ്റൽ ആർ, 2 ക്യാപിറ്റൽ ടി ആണ്, അപ്പോൾ ഒന്ന് മാത്രം മതി, ക്യാപിറ്റൽ ടി മാത്രം. ദെൻ ക്യാപിറ്റൽ ആർ 2 ക്യാപിറ്റൽസ് ആണ്, സോ ഒന്ന് മാത്രം. സോ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നതാണ് ഈ ഒരു ചെടിയുടെ ഗാമീറ്റ്സ്. നെക്സ്റ്റ്, ഈ ചെടിയുടെ ഗാമീറ്റ് എങ്ങനെയായിരിക്കും? 2 സ്മോൾ ലെറ്റേഴ്സ് ആണ് അല്ലേ? സ്മോൾ ലെറ്റർ ടി. അപ്പോൾ ഒരു ഗാമീറ്റ് എന്താണ്? സ്മോൾ ലെറ്റർ ടി ആണ്. സ്മോൾ ലെറ്റർ ആർ, സോ സ്മോൾ ലെറ്റർ തന്നെയാണ്. സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നതാണ് ഈ ഒരു പ്ലാന്റിന്റെ ഗാമീറ്റ്. ഇവ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. അപ്പൊ എങ്ങനെ കിട്ടുക? ക്യാപിറ്റൽ ടി, സ്മോൾ ലെറ്റർ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ലെറ്റർ ആർ. കണ്ടോ? ഇതാണ് ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ് എന്ന് പറയുന്നത്. സോ 2 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ് ആണ് ക്യാപിറ്റൽ ടി, സ്മോൾ ലെറ്റർ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ലെറ്റർ ആർ. സോ ഈ ഒരു ചെടി എങ്ങനെയുള്ളതായിരിക്കും? ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്ലാന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ചില ലെറ്റേഴ്സ് വെച്ചിട്ടാണെങ്കിൽ അതിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും ഉണ്ടെങ്കിൽ എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിന്റെ ഫീച്ചർ ആയിരിക്കും ആ പ്ലാന്റിന് ഉണ്ടായിരിക്കാം. സോ ഇവിടെ നോക്കൂ, ക്യാപിറ്റൽ ലെറ്റർ ടി ഉണ്ട്, സ്മോൾ ലെറ്റർ ടി ഉണ്ട് അല്ലേ? പക്ഷെ നമ്മൾ എടുക്കേണ്ടത് എന്തിന്റെയാണ്? ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത് അല്ലേ? ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടോ? ഉണ്ട്. അപ്പോൾ അതിന്റെ ഫീച്ചർ ആണ് എഴുതേണ്ടത്. സോ ടോൾ ആണ് പ്ലാന്റ്. ദെൻ ക്യാപിറ്റൽ ആർ ഉണ്ട്, സ്മോൾ ലെറ്റർ ആർ ഉണ്ട്. അപ്പോൾ ഏതാണ് എടുക്കേണ്ടത്? ക്യാപിറ്റൽ ആർ അല്ലേ? സോ ക്യാപിറ്റൽ ആറിന്റെ ഫീച്ചർ എന്താണ്? റൗണ്ട് ആണ്. സോ ടോൾ ആൻഡ് റൗണ്ട് സീഡഡ് പ്ലാന്റ് ആയിരിക്കും ഫസ്റ്റ് ജനറേഷൻ നമുക്ക് കിട്ടുക. ഇനി ഈ ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റിനെ എന്ത് ചെയ്യുന്നു? സെൽഫ് പോളിനേറ്റ് ആണ് ചെയ്യുന്നത്. കഴിഞ്ഞ എക്സ്പെരിമെന്റിൽ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ജനറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സെൽഫ് പോളിനേറ്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഫസ്റ്റ് എക്സ്പെരിമെന്റിൽ അത് ഒരു കോൺട്രാസ്റ്റിംഗ് പെയർ വെച്ച് മാത്രമാണ് ചെയ്തെങ്കിൽ ഇവിടെ നമ്മൾ 2 കോൺട്രാസ്റ്റിംഗ് പെയർ വെച്ചിട്ടുള്ള ഫസ്റ്റ് ജനറേഷൻ ആണ് കിട്ടിയത്. ആ ഒരു ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? സെൽഫ് പോളിനേറ്റ് ചെയ്തിട്ട് സെക്കൻഡ് ജനറേഷൻ കണ്ടെത്തുന്നു. കാരണം ഈ ഒരു ക്യാരക്ടർ നമുക്ക് കിട്ടിയില്ല അല്ലെ? ഡ്വാർഫ് പ്ലാന്റ്, റിങ്കിൾഡ് സീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാരക്ടർ ഇവിടെ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. അതിവിടെ ഹിഡൻ ആണ്. സോ ആ ഒരു ഹിഡൻ ക്യാരക്ടർ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റിനെ എന്ത് ചെയ്യുന്നത്? സെൽഫ് പോളിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് കിട്ടിയത് ഈ ഒരു പാരന്റൽ പ്ലാന്റിന്റെ സവിശേഷതയാണ്. എവിടെ?
ഫസ്റ്റ് ജനറേഷനിൽ. സോ ഫസ്റ്റ് പ്ലാന്റിന്റെ ഗാമീറ്റ്സ് ആണ് ഇതാ ഇവിടെ എഴുതിയിട്ടുള്ളത്. സെക്കൻഡ് പ്ലാന്റ്സിന്റെ ഗാമീറ്റ്സ് ഇതാ ഇവിടെയും തന്നിട്ടുണ്ട്. കണ്ടോ? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ലെറ്റർ ആർ, സ്മോൾ ലെറ്റർ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ആർ. ഇവയാണ് ഗാമീറ്റ്സ്. കണ്ടോ? 4 ഗാമീറ്റ്സ് ഉണ്ട് ഒരു ചെടിക്ക് കേട്ടോ. അതുപോലെ തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ. സെയിം ആണ്. ഇത്രയും ഗാമീറ്റ്സ് ആണ്, ഈ 4 ഗാമീറ്റ്സ് ആണ് മറ്റൊരു ചെടിക്കുള്ളത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നതാണ് ഇത് എങ്ങനെ ഇപ്പൊ ഈ 4 ഗാമീറ്റ്സ് കിട്ടിയത് അല്ലേ? ഇവിടെ നോക്കൂ, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ, ദെൻ ക്യാപിറ്റൽ ടി സ്മോൾ ലെറ്റർ ആർ, സ്മോൾ ലെറ്റർ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ആർ. കണ്ടോ? അങ്ങനെ 4 വന്നു. ഇവിടെ ആകുമ്പോൾ എല്ലാം സെയിം ആയിക്കാൻ ഇങ്ങനെ ഒരു ഒറ്റെണ്ണം വന്നാൽ മതി. എന്നാൽ ഇവിടെ അങ്ങനെയാണോ സ്ഥിതി? അല്ല. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ 4 ഗാമീറ്റ്സ് വന്നത് കേട്ടോ. ഇനി ഇവ ഓരോന്നും തമ്മിൽ ഫ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്ലാന്റ്സ് ആണ് ഇവിടെ താഴെ എഴുതേണ്ടത്. അങ്ങനെ നമുക്ക് 16 പ്ലാന്റ്സ് ആണ് കിട്ടുന്നത് കേട്ടോ. എത്ര പ്ലാന്റ്സ് ആയിട്ട്? 16 പ്ലാന്റ്സ് ആണ് സെക്കൻഡ് ജനറേഷൻ നമുക്ക് കിട്ടുന്നത്. സോ ഫസ്റ്റ് പ്ലാന്റ് ഇവിടെ തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ. കണ്ടോ? ഈ ഗാമീറ്റും കൂടി ചേരുമ്പോഴാണ് ഇവിടെ കിട്ടുന്നത്. കണ്ടല്ലോ? സോ ഇനി നിങ്ങൾ പറയൂ, ഇത് എങ്ങനെയുള്ള പ്ലാന്റ് ആയിരിക്കും? ക്യാപിറ്റൽസ് മാത്രമാണല്ലേ, സോ ടോൾ പ്ലാന്റ് ആണ്. ഇവിടെ ക്യാപിറ്റൽസ് ആറല്ലേ, സോ റൗണ്ട് സീഡഡ് പ്ലാന്റ് ആണ്. ഇനി സെക്കൻഡ് പ്ലാന്റ് എങ്ങനെയുള്ളതായിരിക്കും? അതായത് ഈ ഗാമീറ്റും ഇവിടെ കാണുന്ന ഈ ഗാമീറ്റും തമ്മിൽ കൂടി കലർന്നിട്ടാണ് ഇതാ ഇവിടെ എഴുതേണ്ടത്. സോ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ലെറ്റർ ആർ അല്ലേ? അപ്പൊ ആ പ്ലാന്റ് എങ്ങനെയായിരിക്കും? ക്യാപിറ്റൽസ് ടി ആണല്ലേ എല്ലാം, സോ ടോൾ പ്ലാന്റ് തന്നെയാണ്. ദെൻ ക്യാപിറ്റൽ ആർ സ്മോൾ ലെറ്റർ ആറും ആണ്. അതിനാണെങ്കിൽ അവിടെ 2 ലെറ്റേഴ്സ് ഉണ്ട്, പക്ഷെ നമ്മൾ എടുക്കേണ്ടത് എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ആണ്. സോ റൗണ്ട് സീഡ് ആണ്. ഇവിടെ ആണെങ്കിലോ ഈ ഒരു ഗാമീറ്റും കൂടി കലർന്നത്, അതാണ് ഇവിടെ എഴുതേണ്ടത് അല്ലേ? തേർഡ് പ്ലാന്റ് അതെന്താണ്? ക്യാപിറ്റൽ ടി സ്മോൾ ലെറ്റർ ടി ക്യാപിറ്റൽ ആർ. ഇവിടെ ക്യാപിറ്റൽ ടി ഉണ്ട്, സ്മോൾ ലെറ്റർ ടി ഉണ്ട്, പക്ഷെ നമ്മൾ എടുക്കേണ്ടത് ക്യാപിറ്റലിന്റെ ഫീച്ചർ ആണ്. സോ ടോളസ്റ്റ് പ്ലാന്റ് ആണ്, പക്ഷെ ആർ തന്നെയാണ് അല്ലേ? ക്യാപിറ്റൽസ് തന്നെയാണ് ആർ, സോ റൗണ്ട് സീഡ് ആണ്. ഇനി ഇവിടെ ആണെങ്കിലോ ക്യാപിറ്റൽ ടി സ്മോൾ ലെറ്റർ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ലെറ്റർ ആർ. അപ്പോഴും എന്തുതന്നെയാണ്? ടോൾ പ്ലാന്റും ആണ്, റൗണ്ടഡ് സീഡും ആണ് അല്ലേ? ഇവിടെ ക്യാപിറ്റലും സ്മോൾ ലെറ്ററും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനെ എടുക്കാൻ പാടുള്ളൂ? ക്യാപിറ്റൽസിന്റെ മാത്രമാണ് കേട്ടോ. ഓക്കെ. ദെൻ ഇവിടെ ആണെങ്കിലോ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ലെറ്റർ ആർ. ഈ ഒരു ഗാമീറ്റും കൂടി കലരാണ്. സോ എങ്ങനെയുള്ള പ്ലാന്റ് ആണ്? ടോൾ പ്ലാന്റും ആണ്, റൗണ്ട് സീഡും ആണ് അല്ലേ? ഇനി ഇവിടെയോ ക്യാപിറ്റൽ ടി സ്മോൾ ലെറ്റർ ആർ. ഇവിടെ പക്ഷെ അങ്ങനെയല്ല. നോക്കൂ, ശ്രദ്ധിച്ചു നോക്കൂ. ക്യാപിറ്റൽസ് ആണ് ടി ഉള്ളത്, സ്മോൾ ലെറ്റർ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ടോൾ പ്ലാന്റ് തന്നെയാണ്. എന്നാലോ രണ്ടും സ്മോൾ ലെറ്റർ ആർ ആണ്. അങ്ങനെ രണ്ടും സ്മോൾ ലെറ്റർ ആർ വന്നാൽ അവിടെ എന്ത് എടുക്കണം? സ്മോൾ ലെറ്റർ ആറിന്റെ സവിശേഷത എടുക്കണം. ക്യാപിറ്റൽസേ ഇല്ലല്ലോ. സോ ഈ ഒരു പ്ലാന്റ് എങ്ങനെയുള്ള സീഡ് ഉള്ളതാണ്? റിങ്കിൾഡ് ആണ്. സോ ടോൾ പ്ലാന്റും ആണ്, റിങ്കിൾഡ് സീഡും ആണ് കേട്ടോ. ഇനി ഇവിടെ ഈ ഗാമീറ്റും തമ്മിൽ കൂടിച്ചേരുമ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ലെറ്റർ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ലെറ്റർ ആർ. സോ ടോൾ ആൻഡ് റൗണ്ടഡ് സീഡ് ആണ്. ഇവിടെയോ ക്യാപിറ്റൽ ടി സ്മോൾ ലെറ്റർ ആർ സ്മോൾ ലെറ്റർ ആർ. ക്യാപിറ്റൽ ടിയും സ്മോൾ ലെറ്റർ ടിയും ആണ്, പക്ഷെ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ഉള്ളതുകൊണ്ട് അത് ടോളസ്റ്റ് പ്ലാന്റ് ആണ്. എന്നാൽ 2 സ്മോൾ ലെറ്റേഴ്സ് ആർ ആണ്, സോ അത് റിങ്കിൾഡ് സീഡ് ആണ്. ഇവിടെയോ ക്യാപിറ്റൽ ടി സ്മോൾ ലെറ്റർ ടി ക്യാപിറ്റൽ ആർ. സോ ടോളസ്റ്റ് പ്ലാന്റ് ആണ്, റൗണ്ടഡ് സീഡ് ആണ്. ദെൻ ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ലെറ്റർ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ലെറ്റർ ആർ. അവിടെയും എന്ത് ടോളസ്റ്റ് പ്ലാന്റ് ആണ്, റൗണ്ടഡ് സീഡ് ആണ്. ഇനി ഇവിടെയോ സ്മോൾ ലെറ്റർ ടി ക്യാപിറ്റൽ ആർ. ഇവിടെ നോക്കൂ, 2 സ്മോൾ ലെറ്റേഴ്സ് ടി ആണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയുള്ള പ്ലാന്റ് ആയിരിക്കും? ഡ്വാർഫ് പ്ലാന്റ് ആണ് അല്ലേ? സ്മോൾ ലെറ്ററിന്റെ ഫീച്ചർ അല്ലേ നമ്മൾ എടുക്കേണ്ടത്. സോ ഡ്വാർഫ് പ്ലാന്റ് ആണ്. എന്നാൽ ആ ഒരു സീഡിന്റെ ആകൃതി എങ്ങനെയുള്ളതാണ്? റൗണ്ടഡ് ആണ്. ദെൻ ഇവിടെയോ സ്മോൾ ലെറ്റർ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ലെറ്റർ ആർ. അപ്പോഴും ഡ്വാർഫ് ആൻഡ് റൗണ്ടഡ് സീഡ് ഉള്ള പ്ലാന്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് ഇവിടെ എന്താണ്? ക്യാപിറ്റൽ ടി സ്മോൾ ലെറ്റർ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ലെറ്റർ ആർ. ടോൾ ആൻഡ് റൗണ്ടഡ് സീഡ് പ്ലാന്റ്. നെക്സ്റ്റ് ക്യാപിറ്റൽ ടി സ്മോൾ ലെറ്റർ ആർ സ്മോൾ ലെറ്റർ ആർ. ടോൾ ആൻഡ് റിങ്കിൾഡ്. കണ്ടോ, 2 സ്മോൾ ലെറ്റേഴ്സ് ആർ അല്ലേ? റിങ്കിൾഡ് സീഡ് ആണ് കേട്ടോ. ഇനി സ്മോൾ ലെറ്റർ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ലെറ്റർ ആർ. സോ ഇവിടെ എങ്ങനെയുള്ളതായിരിക്കും? ഡ്വാർഫ് ആണ്, ഡ്വാർഫ് പ്ലാന്റും ആണ്, ഒപ്പം റൗണ്ടഡ് സീഡും ആണ്. ക്യാപിറ്റൽ ആറും സ്മോൾ ലെറ്റർ ആറും അല്ലേ? സോ അവിടെ ക്യാപിറ്റൽ ആർ ഉണ്ട് ക്യാപിറ്റൽ ആയിട്ട്. സോ അപ്പോൾ അവിടെ റൗണ്ടഡ് സീഡ് ആണ്. ഇവിടെ ആണെങ്കിലോ സ്മോൾ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ആർ എല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്ലാന്റ് എങ്ങനെയുള്ളതായിരിക്കും? ഡ്വാർഫ് ആൻഡ് റിങ്കിൾഡ് സീഡ് ആണ് അല്ലേ? സോ നമുക്ക് കിട്ടിയല്ലേ ആ ഒരു F1 ജനറേഷനിൽ ഹിഡൻ ആയിട്ടുള്ള ആ റെസസീവ് ട്രേറ്റ് ആയിട്ടുള്ള ഡ്വാർഫ് പ്ലാന്റ് ആൻഡ് റിങ്കിൾഡ് സീഡ് എന്ന ആ ഒരു ക്യാരക്ടർ നമുക്ക് എവിടെ കാണാൻ സാധിച്ചു? സെക്കൻഡ് ജനറേഷനിൽ കാണാനായിട്ട് സാധിച്ചു. ഓക്കെ. Through this
Mendels experiment, Mendel could find the reason for the appearance of new combination of characters in offsprings that were not expressed in parents. So, ഈ ഒരു പരീക്ഷണത്തിലൂടെയാണ് മെന്റലിന്, ഗ്രിഗർ ജോഹാൻ മെന്റൽ, ദ ഫാദർ ഓഫ് ജെനറ്റിക്സ്, അദ്ദേഹത്തിന് അറിയാൻ സാധിച്ചത് പാരന്റ്സിൽ എക്സ്പ്രസ് ചെയ്യാത്ത ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് കുട്ടികൾ കണ്ടുവരുന്നതെന്ന്. ഓക്കെ, സോ ദാറ്റ് മീൻസ് വേരിയേഷൻസ് എങ്ങനെയാണ് കുട്ടികളിൽ കണ്ടുവരുന്നത് എന്നാണ് അദ്ദേഹം ഈ ഒരു പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയത്. സോ എന്താണ് അതിന് കാരണം? Mendel explained that the appearance of variations in offsprings is due to the independent assortment of each character. അതായത് പാരന്റ്സിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ഓസ്പ്രിങ്സിലേക്ക്, മക്കളിലേക്ക് കിട്ടുന്ന ആ ഒരു ഫീച്ചേഴ്സിനെയാണ് നമ്മൾ വേരിയേഷൻസ് എന്ന് പറയുന്നത്, അല്ലെ? സോ ആ ഒരു വേരിയേഷൻസ് എന്തുകൊണ്ടാണ് ഓസ്പ്രിങ്സിലേക്ക് വരുന്നത്, അതിനുള്ള ഉത്തരമാണ് ഇതിപ്പോൾ പറഞ്ഞത്. കാരണം ഓരോ ക്യാരക്ടറും, ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ ഈസ് ഇൻഡിപെൻഡന്റ്ലി അസോർട്ടഡ്. അതായത് ഓരോ സ്വഭാവ ഗുണങ്ങളും ഇൻഡിപെൻഡന്റ് ആയിട്ട്, സ്വതന്ത്രമായിട്ട് നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. അവ ഒരിക്കലും മിക്സ്ഡ് ആവുന്നില്ല. അതുകൊണ്ടാണ് വേരിയേഷൻസ് ഓസ്പ്രിങ്സിൽ ഉണ്ടാകുന്നത്. Gregor Mendel described those which are responsible for the inheritance of characters as factors. ഗ്രിഗർ ജോഹാൻ മെൻഡൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇൻഹെറിറ്റൻസിന്, ദാറ്റ് മീൻസ് പാരമ്പര്യ പ്രേഷണത്തിന് കാരണം ഫാക്ടേഴ്സ് ആണെന്ന്. ചില ഫാക്ടേഴ്സ് ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ബട്ട് എന്താണ് ആ ഫാക്ടർ എന്ന് കണ്ടെത്താൻ ആർക്ക് സാധിച്ചിട്ടില്ല? ഗ്രിഗർ ജോഹാൻ മെൻഡലിന് സാധിച്ചിട്ടില്ല. The real structure and the peculiarities of these factors were not identified till the early 20th century. 20ാം നൂറ്റാണ്ടിന്റെ ആദ്യം വരെ ഈ ഫാക്ടേഴ്സ് എന്താണെന്നുള്ള ആ ഒരു അറിവൊന്നും ആർക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞിരുന്നു ഈ ഒരു ഇൻഹെറിറ്റിക്ക് കാരണം ചില ഫാക്ടേഴ്സ് ആണെന്ന്. പക്ഷെ ഈ ഒരു ഫാക്ടർ എന്താണെന്നൊന്നും ആരും കണ്ടെത്താൻ പോയിട്ടില്ല. It was through further studies that the significance of DNA, deoxyribonucleic acid molecule, in the inheritance of characters was made clear. എന്നാൽ പിന്നീടുള്ള പഠനങ്ങൾക്ക് ശേഷമാണ് ഗ്രിഗർ ജോഹാൻ മെൻഡൽ ഡിനോട്ട് ചെയ്തിട്ടുള്ള ആ ഫാക്ടർ എന്ന് പറയുന്നത് ജീൻസ് ആണ്, ജീനുകളാണെന്ന് കണ്ടെത്തിയത്. അത് കാണുന്നത് DNA-ലാണ്, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡിലാണ്. ഇറ്റ് വാസ് ഓൾസോ ഫൗണ്ട് ദാറ്റ് ദി കാരിയേഴ്സ് ഓഫ് ഹെറിഡിറ്റി വിച്ച് മെൻഡൽ ഡിസ്ക്രൈബ്ഡ് ആസ് ഫാക്ടേഴ്സ് വർ ദി ജീൻസ് പ്രസന്റ് ഇൻ DNA. കണ്ടോ? സോ ഹെറിഡിറ്റി, പാരമ്പര്യ വാഹകർ എന്ന് മെൻഡൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ആ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ് കാണപ്പെടുന്നതാണ്? DNA-യിൽ കാണപ്പെടുന്ന ജീൻസ് ആണെന്നാണ് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ നിങ്ങൾക്ക്. സോ ഗ്രിഗർ ജോഹാൻ മെൻഡൽ ഡിനോട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് DNA-യിൽ കാണപ്പെടുന്ന ജീൻസ് ആണെന്ന് പിന്നീടാണ് കണ്ടെത്തിയത്. സോ ജീൻസ് ആർ ദി കാരിയേഴ്സ് ഓഫ് ഹെറിഡിറ്റി. ഫൈൻഡിങ്സ് അബൌട്ട് ദി സ്ട്രക്ചർ ഓഫ് DNA ഇൻ ക്രോമസോംസ് became a great achievement in later genetic researchers. സോ ജനിതകശാസ്ത്രത്തിന്റെ മറ്റ് ഗവേഷണ പരിവേഷണങ്ങൾക്ക് ഈ ഒരു ജീൻസിന്റെ കണ്ടുപിടുത്തം കാരണമായി എന്ന് പറയുന്നത്. സോ ഫാക്ടർ, ദാറ്റ് മീൻസ് ദ കാരിയർ ഓഫ് ഹെറിഡിറ്റി എന്ന് പറയുന്ന ജീൻസിനെ കണ്ടെത്തിയതിലൂടെയാണ് ഈ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ്, ദാറ്റ് മീൻസ് ജെനറ്റിക്സിന് തന്നെ മറ്റൊരു ഉത്ഭവം ഉണ്ടായത്. മോളിക്കുലർ ജെനറ്റിക്സ് ഇസ് എ ഫാസ്റ്റ് ഡെവലപ്പിംഗ് ഏരിയ ഇൻ ദി ഫീൽഡ് ഓഫ് സയന്റിഫിക് റിസർച്ച്. ശാസ്ത്ര ഗവേഷണ രംഗത്ത് ഇപ്പോൾ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാഞ്ചാണ് മോളിക്കുലർ ജെനറ്റിക്സ് എന്ന് പറയുന്നത്. അതിനെല്ലാം കാരണം എന്താണ്? The invention of genes. Mendel gains recognition. Mendel presented the most scientific inferences about the inheritance of characters. But at that time, the scientific world discarded his inferences. നമ്മൾ പറഞ്ഞിരുന്നു ഗ്രിഗർ ജോഹാൻ മെൻഡൽ എത്രയോ കാലം മുമ്പ് തന്നെ ഈ ഒരു ഹെറിഡിറ്റിയെ കുറിച്ചും വേരിയേഷൻസിനെ കുറിച്ചും ധാരാളം എക്സ്പെരിമെന്റ്സ് നടത്തി കൺക്ലൂഷനിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു പരീക്ഷണങ്ങളെയും നിരീക്ഷണങ്ങളെയും ഒന്നും ആരും തന്നെ വകവെച്ചില്ല. ശാസ്ത്രലോകം ഒരിക്കലും കണക്കെടുത്തിട്ടില്ല. Scientists named Carl Correns, Erich von Schermark and Hugo de Vries conducted similar experiments and observation independently. So ഈ ഒരു ജെനറ്റിക്സ് എന്ന ബ്രാഞ്ചിനെ കുറിച്ചിട്ട് കാൾ കോറൻസും എറിച്ച് ഷെർമാർക്കും ഹ്യൂഗോ ഡി വ്രീസും സ്വതന്ത്രമായിട്ട് അവരുടെ പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടുകയായിരുന്നു. Before publishing the results of their studies, they noticed the experiments and inferences of Gregor Mendel. സോ അവർ കുറേയധികം പരീക്ഷണമൊക്കെ നടത്തിയിട്ട് അതിനും കൺക്ലൂഷൻസ് ഒക്കെ അവർ സ്വയമായിട്ട് ഉണ്ടാക്കി. ആ ഒരു സമയത്താണ് അവർ മൂവരും ഈ ഗ്രിഗർ ജോഹാൻ മെൻഡലിന്റെ പരീക്ഷണങ്ങളും അതിലെ ഒബ്സർവേഷൻസും കൺക്ലൂഷൻസും ഒക്കെ കാണാനായിട്ട് ഇടയായത്. സോ അവർ മൂവരും ഒരുമിച്ചിട്ടല്ല കേട്ടോ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു പരീക്ഷണം നടത്തിയത്. അവർ സ്വതന്ത്രമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർ അവരുടേതായിട്ടുള്ള എക്സ്പെരിമെന്റ്സും അതുപോലുള്ള കൺക്ലൂഷനിലേക്കൊക്കെ എത്തുകയാണ് ചെയ്തത്. എന്നാൽ യാദൃശ്ചികമായി ഈ മൂന്ന് പേരും എന്ത് കാണാനിടയായി? ഗ്രിഗർ ജോഹാൻ മെൻഡൽ ഏതോ കാലത്ത് എഴുതി വെച്ചിട്ടുള്ള ഈ ഒരു ഹെറിഡിറ്റിയെ കുറിച്ചിട്ടുള്ള പരീക്ഷണങ്ങളും അതുപോലുള്ള ആ ഒരു ഒബ്സർവേഷൻസും ഒക്കെ കാണാനായിട്ട് ഇടയായി. സോ അപ്പൊ അവർ എന്ത് ചെയ്തില്ല, ഞാനത് ആദ്യമായി കണ്ടെത്തിയതെന്നും പറഞ്ഞിട്ട് അവർ വലിയ ആളായൊന്നുമില്ല. പക്ഷെ അവർ എന്ത് ചെയ്തു? Then they published their study results to substantiate scientifically the inferences of Gregor Mendel. സോ ഗ്രിഗർ മെൻഡൽ ചെയ്തിട്ടുള്ള ആ ഒരു പരീക്ഷണങ്ങളാണ് അതിന്റെ കൺക്ലൂഷൻസും ഉൾപ്പെടുത്തിയിട്ടാണ് അവർ എന്ത് ചെയ്തത്, ആ ഒരു പേപ്പർ പ്രസന്റ് ചെയ്തത്.
Thus, in 1990, the inferences of Mendel were established as Mendel's law of inheritance. സോ 1990-ലാണ് മെൻഡൽസ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ആ ഒരു പേരിൽ അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസസ് എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്തത്. സോ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തൊന്നും യാതൊരു തരത്തിലുള്ള അപ്രിസിയേഷനും കിട്ടിയില്ല. മരണത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഈ കണ്ടെത്തലുകളൊക്കെ ആൾക്കാർ സ്വീകരിച്ചത്. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് 2 കോൺട്രാസ്റ്റിംഗ് പെയേഴ്സ് തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്ത് കിട്ടുന്ന പ്ലാന്റ്സിനെ കുറിച്ചായിരുന്നു. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഷെയർ ഇറ്റ്. താങ്ക് യു.